പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമായി. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വാദ്യനൃത്ത കലാപരിപാടികൾ. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിച്ചു. അതുപോലെ തന്നെ തപസ് എന്ന് പറഞ്ഞാൽ ഈശ്വര ആരാധനയാണ്, ഉപാസനയാണ്. അത് ഉപാസന പലതരത്തിലുമുണ്ട്. നമുക്ക് നൃത്തം, സംഗീതം അതും ഉപാസനയാണ്. അതുപോലെ തന്നെ വാദ്യോപകരണ കലകളും ചെയ്ത് നമുക്ക് ഈശ്വരനെ ഉപാസന ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികൾ അവർ ശോഭനമായ ഭാവിക്ക് വേണ്ടി ഗായത്രി മന്ത്രങ്ങളൊക്കെ ജപിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിച്ച് ഉള്ള ധ്യാനങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർ നല്ല ഉയർച്ചയിലേക്ക് വരും. അവർക്ക് ആ കലകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിന് പ്രശംസ നേടാനുള്ള അവസരങ്ങളുണ്ടാവും. അത് പ്രത്യേകം ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാ കലാകാരന്മാരും കലാകാരികളും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഈ വേദിയിൽ വന്ന് നൃത്തം അവതരിപ്പിക്കാനുള്ള പേരുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. അങ്ങനെ കുറേ അധികം കുട്ടികൾ ഇവിടെ ഈ നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കാനാടിക്കാവ് ട്രസ്റ്റ് അംഗങ്ങളായ സൈജു കാനാടി, കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി, ചന്ദ്രിക വിഷ്ണു ഭാരതി സ്വാമികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മംഗളവാദ്യത്തിനുശേഷം തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രം, വലപ്പാട് സാരംഗി സംഗീത നിലയം എന്നിവയിലെ വിദ്യാർത്ഥികൾ സംഗീതാർച്ചന അവതരിപ്പിച്ചു. കൃഷ്ണനുണ്ണി, ഘനശ്യാം കൊടുങ്ങല്ലൂർ, ഋതുരാഗ് മോഹൻ, അനന്യ മോഹൻ, വിദ്യാവിജയനൊല്ലൂർ, സ്മിതാലക്ഷ്മി ചിയാരം എന്നിവർ വായ്പാട്ട് അവതരിപ്പിച്ചു. വൈകിട്ട് അനുശ്രീ മഞ്ചേരിയുടെ കുച്ചിപ്പുടി, കൃഷ്ണവേണി രാവുണ്ണിയുടെ മോഹിനിയാട്ടം, ഒളരി ശ്രീ മന്ത്രിനി ഗ്രൂപ്പിലെ ലക്ഷ്മി ശിവൻ, നയന, ആരതി, അഞ്ജലി എന്നിവർ അവതരിപ്പിച്ച ഭരതനാട്യം, അർച്ചന എന്നിവ ഏറെ മികവുറ്റതായി. തുടർന്ന് ശ്രീഭദ്ര എടമുട്ടം, ചെത്തിമന്ദാരം എന്നീ കലാസമിതികളുടെ തിരുവാതിരക്കളി, ഭൈരവ കലാസമിതി കെടാമംഗലം, ശിവകാർത്തികേയ കലാക്ഷേത്രം, നോർത്ത് പറവൂർ എന്നിവരുടെ വീരനാട്യവും ശ്രദ്ധേയമായി.